ഇത് ആക്ച്വലി നമ്മൾ കത്തീഡ്രൈസേഷൻ കെയർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ട്രേ സ്റ്റെറിലൈസേഷന് വിടാൻ വേണ്ടിയിട്ട്, അതായത് ഓട്ടോക്ലേവ് ചെയ്യാൻ വിടാൻ വേണ്ടിയിട്ട് പൊതിയുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ റാപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രേ കേട്ടോ. ഒരു സ്റ്റീൽ ബേസനാണ്. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഗ്രീൻ ഷീറ്റാണ് കേട്ടോ. പിന്നെ 2 നോൺ സ്റ്റെറൈലായിട്ടുള്ള പാഡ്, പിന്നെ ഗോസ്. ഇവിടെ ഒരു 5 ഗോസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബൗള്, നമ്മൾ ആ ബൗളിലേക്ക് ഈ ഗോസ് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ആർട്ടറി ഫോർസെപ്സ്. ഈ ആർട്ടറി ഫോർസെപ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പോഞ്ച് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഈ നമ്മളെടുത്ത ഗോസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കത്തീഡ്രൈസേഷൻ കെയർ കൊടുക്കുന്ന ട്രേക്കകത്ത് നമ്മൾ വെക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കവർ വെച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കുകയാണ്. ഇത് ഗ്രീൻ ഷീറ്റാണ് കേട്ടോ. ഇത് നമ്മൾ ട്രേ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്രീൻ ഷീറ്റാണ്. കുറച്ചുകൂടി ഒരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയൊരു ഗ്രീൻ ഷീറ്റാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാനിതിപ്പോൾ കിട്ടിയ ഒരു ഗ്രീൻ ഷീറ്റ് വെറുതെ ഒന്ന് റാപ്പ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ് കേട്ടോ. 2 സൈഡിൽ നിന്നും പ്രോപ്പറായിട്ട് റാപ്പ് ചെയ്യണം. ഹോൾസ്, അതായത് എയർ ഉള്ളിലേക്ക് കിടക്കാനുള്ള തരത്തിലുള്ള ഹോൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ റാപ്പ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം റാപ്പ് ചെയ്തിരിക്കുന്നതാണ്. പ്രോപ്പറായിട്ട് റാപ്പ് ചെയ്യുമ്പോൾ ഫുള്ളി കവേർഡ് ആയിരിക്കണം. ഒരു തരത്തിൽ എയർ ഉള്ളിലേക്ക് കിടക്കാനായിട്ട് ഇടവരുത്തരുത് കേട്ടോ. ഇത് നമ്മുടെ ഇൻഡിക്കേറ്ററാണ്. ഇത് നമ്മൾ ഇതിലൊട്ടിച്ച് വയ്ക്കുമ്പോഴാണ് ഇതിൽ ചൂട് തട്ടുമ്പോൾ ഇതിൽ നിറവ്യത്യാസം ഉണ്ടാവും. ആ കളർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസ്ഡ് ആയോ ഇല്ലയോ എന്നറിയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷന് വിടാനായിട്ട്, അല്ലെങ്കിൽ ഓട്ടോക്ലേവിന് വിടാനായിട്ട് ഒരു ട്രേ റാപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.